ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ഒരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലോ അല്ല, മറിച്ച് വിജനതയിൽ ആരും വരുവാൻ ആഗ്രഹിക്കാത്ത, ഒന്നും കിട്ടുവാൻ സാധ്യതയില്ലാത്ത ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ എവിടെയോ ഇരുന്ന തന്നെ യേശുവിനെ തേടി വന്ന ജനം. ഏകദേശം 5000-ഓളം പുരുഷന്മാർ തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഏകദേശം അത്രത്തോളം തന്നെ സ്ത്രീകളും കൂടുതൽ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നിരിക്കണം ആ സന്ധിയിൽ, ആ വിജനപ്രദേശത്ത്. 50 വീതം പന്തികളായി ഏകദേശം 100 പന്തികളിലായി പുരുഷന്മാരും കൂട്ടത്തിൽ അവരുടെ സ്ത്രീ ജനങ്ങളും കുഞ്ഞുങ്ങളും ഇരുന്നിട്ടുണ്ടാവണം. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ആ 12 ശിഷ്യന്മാർ ഏകദേശം 10ഓളം പന്തിയുടെ മേൽനോട്ടം ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് വഹിച്ച് യേശുവിൻ്റെ ആഗ്രഹപ്രകാരം ആ പന്തിയിൽ വരിവരിയായി ജനങ്ങളെ സന്തോഷത്തോടെ ഇരുത്തിയ സമയം. അവർക്കാർക്കും ഒരു പിടിയും കിട്ടിയിട്ടുണ്ടാവില്ല. എന്തിനാണ് ഈ വിജനപ്രദേശത്ത് ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്തിടത്ത് ഈ ശിഷ്യന്മാർ ഇത്രയും പണിപ്പെട്ട് തങ്ങളെയെല്ലാം ഇങ്ങനെ പന്തിയായി ഇരുത്തുന്നത് എന്ന കാര്യത്തിൽ എന്തിനധികം പറയണം, ആ ശിഷ്യന്മാരും പരസ്പരം മുഖാമുഖം നോക്കി അവരുടെ ഗുരു പറഞ്ഞ പ്രകാരം അവരെ ഇരുത്തുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഇരുത്തുന്നത് എന്നറിയാതെ. ആകെ തങ്ങളുടെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനും മാത്രമാണ്. എന്നാൽ എന്തിനാണ് ഇത്രയും അധികം പുരുഷാരത്തെ ഇങ്ങനെ ലൈനായി ഇരുത്തുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമില്ലാതെ യേശുവിൻ്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്ന, മറുത്തൊന്നും ചോദിക്കാതെ സാധിച്ചു കൊടുക്കുന്ന ശിഷ്യന്മാർ. അതെ, നമ്മുടെ ജീവിതത്തിലും ഉത്തരം കിട്ടാത്ത എത്രയോ ചോദ്യങ്ങളുമായി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വരുന്നത്? എന്താണ് എൻ്റെ പ്രയാസങ്ങൾക്ക് ഒരവസാനം ഉണ്ടാവാത്തത്? ആർക്കാണ് എൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുക? ആർക്കാണ് എൻ്റെ പ്രയാസങ്ങൾക്കൊരറുതി വരുത്തുവാൻ സാധിക്കുക എന്ന ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി ജീവിക്കുന്നവരാണോ നാം? എങ്കിൽ നമുക്കും ആഗ്രഹിക്കാം, അവൻ്റെ ഇഷ്ടപ്രകാരം, യേശുവിൻ്റെ കൽപ്പന പ്രകാരം പൂർണ്ണമായും യേശുവിനെ സ്നേഹിച്ച് അവൻ നമുക്കായി ഒരുക്കുന്ന പന്തിയിൽ, അവൻ്റെ വിശുദ്ധ കുർബാനകളിൽ നമ്മുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി നമുക്കും പങ്കെടുക്കാം. 5 അപ്പവും 2 മീനും കൊണ്ട് അനേകായിരം ആളുകളെ തൃപ്തിപ്പെടുത്തിയവൻ നമ്മെ കാണുന്നു. അവന് നമ്മുടെ മനസ്സറിയാം, നമ്മുടെ ചോദ്യങ്ങളറിയാം. യേശുവിന് നമ്മിൽ മനസ്സലിയുന്ന ആ ദിവസത്തിനായി എത്ര വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും യേശു നമുക്കുത്തരം തരുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നാം അറിയാത്ത സമയത്തിനായി, ആ ദിവസത്തിനായി നമുക്ക് കിട്ടുപോകാത്ത പ്രതീക്ഷകളുമായി കാത്തിരിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.